തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ശ്രീ ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലിയതിനെ സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടായതൊക്കെ പലരും അറിഞ്ഞു കാണും. അത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ആ വാർത്തയല്ല, വന്ദേ മാതരത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ മലയാള മാധ്യമങ്ങൾ മുക്കിയത് പലരും അറിഞ്ഞു കാണാൻ വഴിയില്ല. അതിലൊന്നാമത്തെ വാർത്ത ഇതാണ്. ഇക്കഴിഞ്ഞ ജനുവരി 28-ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കായി ഒരു പ്രോട്ടോകോൾ പുറത്തിറക്കി. ഇനി മുതൽ എല്ലാ ഒഫീഷ്യൽ ചടങ്ങുകളിലും സ്കൂളുകളിലുമൊക്കെ ദേശീയഗാനം ആലപിക്കുന്നതിന് മുൻപ് വന്ദേ മാതരം ആലപിക്കണം എന്നതാണ് ആ പ്രോട്ടോകോളിൽ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾക്കൊള്ളിച്ച ഒരു ഗാനമായിരുന്നു ഈ വന്ദേ മാതരം എന്ന ഗാനം. ഈ വന്ദേ മാതരത്തിന് മൊത്തത്തിൽ 6 സ്റ്റാൻസകളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത്രയും കാലം നമ്മൾ ആലപിച്ചിരുന്നത് ഈ വന്ദേ മാതരത്തിലെ ആദ്യത്തെ 2 സ്റ്റാൻസകൾ മാത്രമാണ്. അതിന് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാരണവുമുണ്ട്. സെക്യുലർ റിപ്പബ്ലിക്കായ വൈവിധ്യമാർന്ന ഇന്ത്യ പോലൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ ബഹുസ്വരതയ്ക്ക് ചേർന്ന വരികളല്ല വന്ദേ മാതരത്തിലെ ആദ്യത്തെ 2 സ്റ്റാൻസ കഴിഞ്ഞ് പിന്നീട് വരുന്ന വരികൾ. ചുരുക്കത്തിൽ ഇന്ത്യൻ സെക്യുലറിസത്തിന് ഭീഷണിയായതുകൊണ്ട് ഒഴിവാക്കി മാറ്റിവെച്ചിരുന്ന ആ വരികൾ ഇനി മുതൽ നിർബന്ധമായും എല്ലാ ഒഫീഷ്യൽ ചടങ്ങുകളിലും ദേശീയ ഗാനത്തിന് മുൻപ് ആലപിക്കണം എന്നതാണ് സർക്കാരിന്റെ ഈ പുതിയ പ്രോട്ടോകോൾ. ഇത്രയും കാലം നമ്മുടെ രാജ്യം ഒഴിവാക്കി മാറ്റിവെച്ചിരുന്ന വന്ദേ മാതരത്തിലെ വരികളുടെ ചില സാമ്പിളുകൾ ഞാൻ ഇപ്പോൾ വായിക്കാം. നീയേ ദുർഗ, നീ തന്നെ ദേവിയും രാജ്ഞിയും, നിഗ്രഹദാഹിയായി കരങ്ങളിൽ തിളങ്ങും വാളുകൾ, നീയേ ലക്ഷ്മി പത്മസിംഹാസന വാസിനി, നീ തന്നെ ശതരാഗഭാഷിണി സരസ്വതി വാണി ദേവി. ഇനി പറയാൻ പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞയാഴ്ച മലയാളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിയ വാർത്ത. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ട് എന്നൊരു നിയമമുണ്ട് ഇന്ത്യയിൽ. ദേശീയ പതാകയെയോ ദേശീയ ഗാനത്തെയോ ഭരണഘടനയോ ഒക്കെ അവഹേളിച്ചാൽ, അനാദരവ് കാണിച്ചാൽ ക്രിമിനൽ കേസ് എടുക്കാം എന്നുള്ളതാണ് നിയമം. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇക്കഴിഞ്ഞ മെയ് 6-ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഒരു സുപ്രധാനമായ തീരുമാനത്തിലേക്ക് കടക്കുകയാണത്രേ. ദേശീയ ഗാനം, ദേശീയ പതാക എന്ന ലിസ്റ്റിൽ ഇനി മുതൽ വന്ദേ മാതരവും ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളായിട്ടുള്ള ആ വന്ദേ മാതരം. ഏതൊരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചും വളരെ പ്രധാനമായ ഈ വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞ മട്ട് കാണിച്ചില്ല. ചുരുക്കത്തിൽ ദേശഭക്തി ഗാനത്തിൽ കൂട്ടിച്ചേർത്ത ഹിന്ദുത്വ അജണ്ട അനുസരിക്കാത്തവർ, ബഹുമാനിക്കാത്തവർ ഇന്ത്യയിൽ ഇനി മുതൽ ക്രിമിനലാകും എന്ന വളരെ പ്രധാനമായ ആ വാർത്ത മലയാള മാധ്യമങ്ങൾ കൂട്ടത്തോടെ മുക്കി.